ഹലോ ഗൈസ്, എണീച്ചപ്പോ തന്നെ മൂക്കിന്റെ താഴെ അതൊരു ഭീമം കുരു കിടക്കുന്നു. അതിനെയും കുത്തി ഇളക്കി മുൾട്ടാണി മിട്ടി ഇട്ടുമ്പോഴൊരു സ്ഥലം വരെ പോവാണ്. എപ്പോഴും പറയുന്നതിനോട്ട് വെള്ളം കുടിച്ചൂടുക. വെള്ളം കുടിച്ചോണ്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് ഫസ്റ്റ് അലോവേര ജെല്ല്, അത് പിന്നെ എന്റെ ഫേവറേറ്റ് ആണല്ലോ. അത് തേച്ച് നമ്മൾ മുഖത്തിനെ അടിച്ച് പരത്തി ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ കുഴച്ച് ഷേപ്പ് ആക്കി എടുക്കണം. പിന്നെ സൺസ്ക്രീൻ മസ്റ്റ്, വേലേറ്റ് പാടല്ലേ കുട്ടികളെ. പൂച്ച ശേഷം മുടി ഈരി നിവർത്തി നമ്മൾ സൺസ്ക്രീൻ പ്ലസ് ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുക. ഈ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള എന്റെ മുഖമാണിത്. കണ്ടോ, എന്തൊരു ഗ്ലോയിങ്, നല്ല ബ്ലഷിങ്ങും ആയിട്ടുണ്ട്. ഇതിൽ എന്റെ ഹെയർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. ഞാൻ എന്നും കോളേജിൽ പോകുമ്പോൾ സ്നാപ്പ് ഇട്ടിട്ടാ പോവാ. ഇങ്ങനെ ഇരുന്ന് ഞാനാണ് ഈ 2 മാസം കൊണ്ട് ടാൻ അടിച്ച് ഈ കോലായത്. അതും പറഞ്ഞ് PG ഇറങ്ങിങ്ങാണ്ട് റോട്ടുമുള്ള ഒരു കണ്ണാടി വന്ന് പട്ടിച്ചു. ദാ നോക്കൂ നമ്മളുടെ ടെമ്പിൾ റൺ റോഡ്. അതിൽ ഞാൻ ചാടിയും തുള്ളിയും പോയപ്പോൾ ദാ കാണുന്നതാണ് നമ്മളുടെ ഉടുമ്പിന്റെ വീട്. കാടിന്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മളെ കോളേജാണിത്. പേരൊന്നും ഞാൻ പറയില്ല, ഞങ്ങൾ വായിച്ചെടുത്തോളി. ഇതൊക്കെ നമ്മളെ വയനാട് ചുരത്തിനവിടെ പോലെയല്ലേ സംഭവം. ഹരിതാവാണേ. പിന്നെ ഗൈസ്, ഒരു കാര്യം, നല്ല പേമാരി പെയ്യേണ്ട സമയത്താണ് കൊട്ട വെയില്. എന്റെ മക്കളെ സഹിക്കാൻ വയ്യ. എന്തൊരു വെയിലാണ്. പൊള്ളിപ്പോ. സൺസ്ക്രീൻ ഒന്നും മതിയാവൂല. 2 അവർ കൂടുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യേണ്ടത്. ഈ വെയിൽ വെച്ചൊക്കെ നമ്മൾ ഓരോ മണിക്കൂറിലും റീഅപ്ലൈ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ പരാതി കഴിഞ്ഞ് തിരിഞ്ഞപ്പാണ് ഇതാ ഒരു കുഞ്ഞാപ്പി അവിടെ നിൽക്കുന്നത്. പാവം, എനിക്ക് സങ്കടം തോന്നി. അതും പറഞ്ഞു കണ്ട് നമ്മൾ ഇതാ വടകരയ്ക്ക് ബസ് കയറിയിരിക്കുന്നത്. വടകര സ്റ്റാൻഡ് എത്തിയപ്പോ തന്നെ മന്തിക്കട എന്നെ മാടി വിളിക്കുന്നുണ്ട്. അങ്ങനെ പാർട്ട് 2 ഉടനെ വരും. സോ സബ്സ്ക്രൈബ് ഗൈസ്.